നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അബ്കി ബാർ ചാസോ പാർ എന്ന നരേന്ദ്രമോദിയുടെ സ്ലോഗനെ തകർത്തെറിഞ്ഞവരാണ് ഇന്ത്യക്കാർ. നരേന്ദ്രമോദിയുടെ സ്വപ്നം ഇതായിരുന്നു: ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യുക, പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുക, കൃത്യമായ ജാതി രാഷ്ട്രീയം കളിക്കുക, അതുവഴി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. എല്ലാ സംവിധാനങ്ങളെയും പൊളിച്ചടുക്കിക്കൊണ്ട് സംവിധാൻ രക്ഷക് യാത്ര കോൺഗ്രസ് കൃത്യമായി ആവിഷ്കരിക്കുകയാണ്. ഡൽഹിയിൽ അജയ് മാക്കൻ കോൺഗ്രസ് നേതാവ് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് സംവിധാൻ രക്ഷക് യാത്ര ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള വാർത്ത. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാൻ വേണ്ടിയുള്ള വൃത്തികെട്ട തരം താഴ്ന്ന കളികളാണ് സംഘപരിവാർ ഇത്രയും നാളും ആവിഷ്കരിച്ചു കൊണ്ടിരുന്നത്. 2014 അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയപ്പോൾ മുതൽ അഹങ്കാരം പെരുവിരലിൻ്റെ ഇടയിൽ കൂടി അരിച്ചു കയറി തുടങ്ങിയതാണ്. അമിത്ഷാ എന്ന മോദിയുടെ വലങ്കയ്യായ നേതാവ് തലങ്ങും വിലങ്ങും കോൺഗ്രസിനെ എങ്ങനെയൊക്കെ ഞെരിച്ചമർത്തണം എന്ന് പ്ലാൻ ചെയ്ത് നടക്കുകയായിരുന്നു. വാസ്തവത്തിൽ അമിത്ഷാ എന്ന കൃത്യമായ സ്ട്രാറ്റജി BJPക്ക് വേണ്ടി എല്ലാ തരത്തിലും ആവിഷ്കരിച്ച വ്യക്തിക്ക് ഇപ്പോൾ അടി തെറ്റിയിരിക്കുകയാണ്. കോൺഗ്രസ് 10 മടങ്ങ് ശക്തമായി തിരിച്ചു വരുമെന്ന് നരേന്ദ്രമോദി വിചാരിച്ചതേയില്ല. ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്ക് തരൂ എന്നാണ് BJPയുടെ പല സ്ഥാനാർത്ഥികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഭാരതത്തിലെ ജനത കഴുതയല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പൊതുജനം കൃത്യമായും അതിന് തിരിച്ചടി കൊടുത്തു. കൃത്യമായ ആവിഷ്കരണ സ്വാതന്ത്ര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത് സംഘപരിവാറിനെ അടിച്ചൊതുക്കുകയായിരുന്നു. 240 അവർ കൂപ്പുകുത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 63 സീറ്റ് കുറവ്. എന്നാൽ ഇനിയും വലിയ നഷ്ടങ്ങളാണ് BJPയെ കാത്തിരിക്കുന്നത്. രാജ്യസഭയിൽ പലയിടത്തും അവർക്ക് ഗണ്യമായ കുറവുണ്ടാകും എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. പ്രതിപക്ഷ ഐക്യം കൂടുതൽ ശക്തമായിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിലേക്ക് BJDയും YSR കോൺഗ്രസും എത്തിയിരിക്കുന്നു. ഇത് ശക്തി തെളിയിക്കുന്ന സംവിധാനം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് പല ഇന്ത്യ മുന്നണി MPമാരും സത്യപ്രതിജ്ഞ ചെയ്തത്. വാസ്തവത്തിൽ നരേന്ദ്രമോദിക്ക് ശിരസ് നമിക്കേണ്ടി വന്നു. ഇന്ത്യൻ ഭരണഘടന എത്രത്തോളം ശക്തമേറിയതാണ് എന്ന് ഇന്ത്യൻ നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രതിപക്ഷത്തുള്ള നേതാക്കൾ കാണിച്ചു കൊടുത്തു. കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ നേതാവാകുമെന്ന് നരേന്ദ്രമോദി വിചാരിച്ചതേയില്ല. നരേന്ദ്രമോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ്. ഇനി സർക്കാരിൻ്റെ ഭരണ മികവെന്നും പറഞ്ഞ് നാഴികയ്ക്ക് 40 വട്ടം പൊങ്ങച്ചം പറഞ്ഞ് നടക്കാൻ നരേന്ദ്രമോദിക്കും സംഘത്തിനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംവിധാൻ രക്ഷായാത്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡൽഹി ആസ്ഥാനത്ത് ലോഞ്ച് ചെയ്യുമ്പോൾ അതിനൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: BJPയുടെ ഹീനമായ കിരാത നടപടികളെ എതിർക്കുക. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ എന്ത് നടപടികളുണ്ടെങ്കിലും അതിനെല്ലാം പൊളിച്ചെടുക്കുക എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പദ്ധതി. അതിനുവേണ്ടി രാജ്യത്തെമ്പാടും അലയടിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം നടത്തും. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം, കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള തിരിച്ചുവരവാണ് ആഘോഷിക്കപ്പെടുന്നത്.